ക്യാരക്ടർ ട്രേറ്റ്സ് നിങ്ങൾ എങ്ങനെയാണ് ഇത്തരം ഒരു വില്ലേജ് ക്യാരക്ടേഴ്സിലോട്ട് കൺസീവ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ കണ്ടും കേട്ടും ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ ക്യാരക്ടേഴ്സ്. അത് ഓക്കെ. പുസ്തകങ്ങളുടെ കൂടെ ആണെങ്കിലും അന്നത്തെ സിനിമകളുടെ കൂടെ ആണെങ്കിലും ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ ഒരുപാട് കാണും. പിന്നെ അന്നത്തെ ആൾക്കാർ തന്നെ അല്ലേ, അന്നത്തെ പല ആൾക്കാരും പിന്നെ നമ്മളിത് ഇപ്പൊ ആ നമ്മുടെ ചെറിയ കുട്ടിക്കാലത്തുള്ള സംഭവമാണ്. അതെ, അപ്പം അതെ. ആ സമയത്ത് ആളുകൾ പറയുകയും അത് കുറച്ചു കാലം കഴിഞ്ഞാണെങ്കിൽ അത് പറഞ്ഞ് അന്നത്തെ ഓർമ്മകളുണ്ട്. ഉഹും. അപ്പൊ അങ്ങനെ ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് അന്ന് ഉണ്ടായിരുന്നു, നമ്മൾ എവിടേക്കോ കണ്ടിട്ടുണ്ട്. ഉഹും. ഇന്ന ആൾക്കാരെ കണ്ടിരിക്കണം എന്നുള്ളതല്ല, പക്ഷെ ഇതേ ടൈപ്പിലുള്ള ആൾക്കാരെ കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഇതിന്റെ ക്യാരക്ടർ ട്രേറ്റ്സ് 91 ഗ്ലോബലൈസേഷൻ വരുന്നതിന് മുമ്പ് ഏകദേശം ഇന്ത്യ ഏകദേശം ഒരേ സ്ഥാനമാണ് യെസ് യെസ്. ഇന്ത്യൻ റസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല, അതിൽ വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. 95 മൊബൈൽ ഫോൺ വന്നതിന് ശേഷമാണ് 97 തൊട്ടാണ് സത്യത്തിൽ ഗ്രാമീണ ജീവിതം മാറുന്നത്. സർപ്രൈസിംഗ്ലി ഈ ഇരിക്കുന്നതിൽ 3 പേരും ആസിഫിൽ ഒഴിച്ച് 3 പേരും 2004 ഏകദേശം മലയാള സിനിമ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വന്നത്. അതായത് രസികൻ എന്ന സിനിമയിലൂടെ മുരളി ഗോപി വന്നു. താങ്കൾ ക്രോണിക് ബാച്ചലർ ആൻഡ് ദിസ് പേഴ്സൺ ആസ് ആൻ എഡിറ്റർ 2003 ഇവർ. ഓക്കെ, നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവല്ലോ പ്രേക്ഷകരെ പറ്റി. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നോ, അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇത്ര കൊല്ലം കൊണ്ട്? ആരെങ്കിലും ഒരാൾക്ക് തുടങ്ങാം. അതായത് രണ്ട് രീതിയുണ്ട് സിനിമ അപ്രോച്ച് ചെയ്യാൻ. ഒന്ന്, പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് അത് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു തരം. രണ്ട്, നമുക്ക് സത്യസന്ധമായിട്ട് പറയണം എന്നാഗ്രഹിക്കുന്ന ഒരു തീമും ഒരു സിനാരിയോയും ഒരു ഹ്യൂമൻ ഡ്രാമയും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു രീതി. ഇത് രണ്ടാമത്തെ രീതി. ഈ രണ്ടാമത്തെ രീതി ഉള്ള ഒരാള് അയാൾ ഓണസ്റ്റ് ആയാൽ മാത്രം മതി, അയാളുടെ പറയുന്ന രീതിയോട്. അത് അക്സെപ്റ്റ് ചെയ്യപ്പെടാം, ചെയ്യാതിരിക്കാം, അത് രണ്ടാമത്താണ്. ഇപ്പം ഞാനൊക്കെ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതിയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് സിൻസിയർ ആയിട്ട് ഓണസ്റ്റ് ആയിട്ടൊരു സാധനം പറയണം എന്ന് തോന്നിയാൽ അത്, ഞാൻ മെയിൻ സ്ട്രീമിൻ്റെ ആളാണ്, മെയിൻ സ്ട്രീം സിനിമയുടെ ആളാണ്, അത് വളരെ അഭിമാനപൂർവ്വം പറയുന്ന ഒരാളാണ്. അപ്പം മെയിൻ സ്ട്രീമിൽ എൻ്റെ അപ്രോച്ച് അതാണ്. when I want to say something and I want to say it sincerely and honestly to the people, I say it to the maximum of my ability. ഇതാണ്. അപ്പോൾ പ്രേക്ഷകർ എങ്ങനെ എടുക്കും അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. അതെ, ഞാൻ എത്ര സിൻസിയർ ആണെന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ താങ്കൾ അങ്ങനെ പറയുമ്പോഴും ഒരു മാസ് ഓഡിയൻസിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ താങ്കളുടെ നിലവിൽ ഉള്ള ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങിൽ കുറെ കൂടി ലളിതമാക്കേണ്ട ഒരു പ്രക്രിയയില്ല സിനിമയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ? മെയിൻ സ്ട്രീം ആണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് മെയിൻ സ്ട്രീം ആവുമ്പോൾ നമ്മൾ അത് ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഒരു തീം. ഡൈല്യൂഷന്റെ ഒരു പോയിന്റ് ആണ്. ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഒരു തീം ഡിമാൻഡ് ചെയ്യുന്നതിനേക്കാൾ ഡൈല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ അതൊരു വീര്യമില്ലാത്ത ഡ്രിങ്ക് പോലെ ആയിപ്പോ. അതൊരു ജഡ്ജ്മെന്റ് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ ജഡ്ജ്മെന്റിന് അനുസരിച്ച് മാറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതായത് ഇതിന് ഡൈല്യൂട്ട് ഇനിയും ചെയ്യാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഓഡിയൻസ് ജഡ്ജ്മെന്റിന് അനുസരിച്ച് ഇത് ചേർക്കുന്നത്. ഒരു സിനിമയെ ഡിമാൻഡ് ചെയ്യുന്ന ഡൈല്യൂഷനെ അത് ചെയ്യാം ഒരു തീം. അതിനപ്പുറത്തേക്ക് അത് ചെയ്യാൻ പാടില്ല. അതിന്റെ എല്ലാ വീര്യവും കളയും അതിന്റെ. അപ്പോൾ ഒരു മാസ് ഓഡിയൻസിന് വേണ്ടിയുള്ള സിനിമയും ഒരു പേഴ്സണൽ സിനിമയുടെ ഇടയ്ക്കുള്ള ഒരു ബാലൻസിങ് പോയിന്റ് ആയിരിക്കാം. എക്സാക്ട്ലി. അങ്ങനെ ചെയ്താലേ ഒരു ക്രിയേറ്റീവ് ആക്ട് ആവുള്ളൂ. മറ്റതൊരു ഭയങ്കര പ്യുവർ ട്രേഡ് ആയി. ഏത് മറ്റത് പേഴ്സണൽ ഓർ ദി അതർ? അല്ല, കംപ്ലീറ്റ്ലി. അതായത് വാട്ട് കൈൻഡ് ഓഫ് സോപ്പ് ഡു യു വാണ്ട്, ഐ വിൽ ഗിവ് യു ദാറ്റ്. എത്രയായാലും അത് പ്രീവിയസ് മാതൃകയായിരിക്കും. അത് പ്രീവിയസ് മാതൃകയെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കംപ്ലീറ്റ്ലി ഇൻറ്റു പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ. അങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ സിനിമകളെല്ലാം, അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഒരു നല്ല പോയിന്റ് ആയിട്ട് നമുക്കും തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ അതായത് അവർക്ക് കേൾക്കാൻ താല്പര്യമുള്ള കാര്യം മാത്രമല്ല, നമുക്ക് പറയാനുള്ള കാര്യം കൂടി ചേരുമ്പോഴാണ് മെയിൻ സ്ട്രീമിന്റെ ശരിക്കുള്ള ഒരു ഗ്രാൻഡിയറിൽ അത് വരുന്നത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പൊ ആ ഇഷ്ടപ്പെടുന്ന രീതി എന്ന് പറയുന്ന ഒരു ചെറിയ മാക്സിമം ഡൈല്യൂഷൻ പറ്റില്ല, മിനിമം ഡൈല്യൂഷനിൽ ചെയ്യാം. എനിക്കൊന്ന് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒട്ടും കള്ളത്തരമില്ലാതെ അവർക്ക് നേരത്തെ അങ്ങ് കൊടുക്കുക. ഇതാണ് സിനിമ. ഒരു ടെയിൽ സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ അത് എന്റർടൈനിങ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത്രേ പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അതിന് എക്സ്ട്രാ എഫർട്ട് എടുത്തിട്ട് എന്റർടൈൻ ചെയ്യാനായിട്ട് ഇറക്കം കൂടെ ഇറങ്ങിയാൽ അപ്പൊ അത് പരാജയപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാഴ്ചശീലം വല്ലാതെ അങ്ങ് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് ഒത്തിരി സിനിമകളിൽ നിന്ന്. താങ്കൾക്ക് ഇതിൻ്റെ ഒരു അമാൽഗമേഷൻ ആണോ നിലവിലുള്ളതായിട്ട് തോന്നുന്നത്, അതോ ഒരു ഇന്ത്യൻ എസ്തറ്റിക്സ് ഉണ്ടോ എല്ലാ കാലത്തും? ഇന്ത്യൻ എസ്തറ്റിക്സ് ഉണ്ട് സത്യത്തിൽ. ആ ഇന്ത്യൻ എസ്തറ്റിക്സ് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്.
കാരണം നമ്മൾ ബേസിക്കലി നമ്മുടെ ടെക്നിക്സും നമ്മുടെ നറേറ്റീവ് സിസ്റ്റംസും ഒക്കെ നമ്മൾ പുതിയതായിട്ടൊരു സാധനം കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ആൾക്കാർ അംഗീകരിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ ഇമ്മീഡിയറ്റ്ലി ഒരു പ്രസിഡന്റ് ഉള്ള ഒരു വെസ്റ്റേൺ ഫിലിം ഉണ്ടെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് കൊള്ളാമെന്ന് പറയും. ഇൻഡിജിനസ് ടെല്ലിംഗ് സ്റ്റൈല് ഇവിടെ ഉണ്ടാക്കിയെടുത്താൽ ആ സ്റ്റൈലിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്കിപ്പോഴും ഒരു ചെറിയ വിമുഖതയുണ്ട്, നമ്മുടേതായ ഒരു നറേറ്റീവ് സ്റ്റൈൽ കൊണ്ടുവന്നാൽ. പക്ഷെ ആ നറേറ്റീവ് സ്റ്റൈല് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് ഓരോ ഇന്ത്യൻ ഫിലിം മേക്കറിന്റെയും കടമയും കൂടെയാണ്. ഒരു ഇൻഡിജിനസ് അങ്ങനെ ഒരുപാട് ഫിലിംസും ഉണ്ട്. മൻമോഹൻ ദേശായി ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് ഫിലിം ഇന്റലക്ച്വൽസ് പുച്ഛിക്കുന്ന ഒരാളാണ് മൻമോഹൻ ദേശായി. അദ്ദേഹം ആണ് ഇൻഡിജിനസ് ഇന്ത്യൻ ഫിലിം സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഒരു തരത്തിലുള്ള പ്രസിഡന്റും ഇല്ല, ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസും ഇല്ല, ടോട്ടലി ഇന്ത്യൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റൈലിംഗ്, അങ്ങനെയുള്ള പുരാണം, ഇന്ത്യൻ പുരാണങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്റ്റൈലിംഗ് ആണ് പുള്ളിയുടെ. ലെയറിങ് സിനിമയുടെ അതിന്റെ സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു പാറ്റേണും ഒക്കെ പുരാണങ്ങളും ഒക്കെ വെച്ചിട്ട് പുതിയ പുള്ളിയുടെ സിഗ്നേച്ചറുള്ള സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തിരിക്കുക. അപ്പൊ അത് കാരണം തന്നെ മൻമോഹൻ ദേശായി പല ആൾക്കാരോട് പറയുമ്പോഴും മൻമോഹൻ ദേശായി പറയുമ്പോൾ പെട്ടെന്നൊരു സ്കോൺ ആൾക്കാരുടെ മുഖത്ത് വരുന്നതാണ്. അത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പോൾ മൻമോഹൻ ദേശായിയുടെ ഒരു വെസ്റ്റേൺ കൗണ്ടർ പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ ക്വിന്റിൻ ടാരന്റിനോ പറയാം. ഇപ്പോൾ ക്വിന്റിൻ ടാരന്റിനോയുടെ സ്റ്റൈല് ക്വിന്റിൻ ടാരന്റിന്റെ പ്രസിഡന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് മൻമോഹൻ ദേശായിയാണ് ഇന്ത്യയിൽ. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളാരും അത് അംഗീകരിക്കില്ല. അങ്ങനെ ഒരു ഇന്റലക്ച്വൽ സ്ലേവറി നമുക്കിപ്പോഴും ഉണ്ട്. താങ്കൾ ഒരു പത്രപ്രവർത്തകനായിട്ടായിരുന്നു പ്രൊഫഷൻ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ കണ്ട, അതായത് എനിക്ക് തോന്നിയൊരു കാര്യം, താങ്കൾ എപ്പോഴും ഒരു ഐഡിയോളജിയിലോ അല്ലെങ്കിൽ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ തുടങ്ങി പിന്നീട് ഒരു കഥാപാത്രത്തിലേക്ക് ആ തീം അസൈൻ ചെയ്തിട്ട് പിന്നീട് മൊത്തത്തിലൊരു പ്ലോട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ പാരലായിട്ടുള്ള മറ്റു ചില ആൾക്കാരുടെയും കൂടി പ്ലോട്ട് ഉണ്ടാക്കി കണക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പത്രപ്രവർത്തകന്റെ ഒരു നിഴൽ കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണത്? ഇല്ല, അങ്ങനെയല്ല. എന്തെഴുത്തും പഞ്ഞിയിൽ മഷി പടരുന്ന പോലെയാണ്. അതായത് നമ്മളിങ്ങനെ തൊട്ടാൽ പടരും അത്. അപ്പൊ അതൊരു എക്സ്പ്ലോറേഷൻ കൂടെയാണ് എഴുത്തെന്ന് പറയുന്നത്. എഴുത്തിന്റെ സമയത്ത് ഫുള്ളി ഫോംഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനല്ല നമ്മൾ എഴുതുന്നത്. അല്ല, എഴുതുമ്പോൾ അശ്വമേധം പോകുന്ന പോലെ ഒരു സാധനമാണ്. അതിന്റെ പുറകെ പോകുന്ന സേനയാണ് റൈറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ആധിപത്യാന്തമുള്ള ഒരു കഥയായിരിക്കും എപ്പോഴും ഫസ്റ്റ് തിങ്കിങ്ങിൽ വരാറുള്ളത്. അത് ചില തീംസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അരുൺ എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് അതിന് കൃത്യമായിട്ട് അറിയാം. കാരണം ഒരു തീം തുടങ്ങുന്ന മൂഡിലോ മെത്തേഡിലോ ഒരു ടെമ്പറമെന്റിലോ അല്ല അടുത്ത സിനിമയിൽ ഞാൻ വരാറുള്ളത്. മെത്തേഡ്സ് ചേഞ്ച് ചെയ്യും. അപ്പൊ ആ മെത്തേഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ എല്ലാം ചേഞ്ച് ചെയ്യും. സ്ക്രിപ്റ്റിംഗ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യും, ആ സ്ക്രിപ്റ്റിങ്ങിന്റെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാറുണ്ട്, ചേഞ്ച്ഡ് ആവാറുണ്ട്. അതിന്റെ ലാംഗ്വേജ്, അതിന്റെ എഴുത്തിന്റെ ഭാഷ തന്നെ മാറാറുണ്ട്. അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഓരോ സിനിമയും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇതാണ്. ഞാൻ അതാണ് അശ്വമേധമായിട്ട് കണക്ട് ചെയ്തത്. നമ്മുടെ രണ്ട് സിനിമകളുടെ, അതായത് ഈ അടുത്ത കാലത്തിന്റെ ഒരു തരത്തിലുള്ള പാറ്റേണും അല്ലല്ലോ. ലെഫ്റ്റ് വേറൊരു രീതിയിലുള്ള. അല്ല, മാത്രമല്ല ഈ അടുത്ത കാലത്ത് കുറെ കൂടി ഹൈപ്പർ ലിങ്ക് ആണ്. മറ്റത് കുറെ കൂടി പാരലൽ സ്റ്റോറീസ് ആണ്, ലിങ്ക്ഡ് അല്ല. കാരണം ഒരുപാട് ജോണേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു എല്ലാ ജോണേഴ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിന്റെ ഒരു മിക്സർ ശ്രമിക്കാം എല്ലാത്തിലും. ഈ അടുത്ത കാലത്ത് ഒരു ജോണർ മിക്സ് ആണ് ശരിക്കും. ആസ് എ വ്യൂവറും ഒരുപാട് എല്ലാ ജോണേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽസിന്റെ ഒക്കെ രീതിയിൽ ഇപ്പൊ എനിക്കുള്ളൊരു എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലുള്ള എൻ്റെ ഒരു വിയോജിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ക്ലാസിക്സ് അല്ല, ഞാൻ കാണുന്ന മഴ പെയ്യുന്ന മുതലം കൊട്ടുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദൗത്യം ഒരു കലാകാരന് നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരാളിനെ അതിനെ ബസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഉത്തമ കലയാണെന്ന് ഞാൻ പറയും. എസ്കേപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് ഈ ക്രിറ്റിക്സ് ഉപയോഗിക്കുന്ന ഒട്ടും അറിവില്ലാതെ ഉപയോഗിക്കുന്ന ടേംസ് ആണ് എസ്കേപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. വാട്ട് ഈസ് എസ്കേപ്പിസം? അത് ആദ്യം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് ബാക്കി പറയാൻ പറ്റും. എസ്കേപ്പിസ്റ്റ് സ്റ്റഫ് എന്ന് പറയുന്ന പൊതുവെ കാര്യങ്ങളെല്ലാം തെറ്റാണ്. മനസ്സിലായില്ലേ? ഒരുപാട് എയിംസ് ഉണ്ട് സിനിമയ്ക്ക്.
ഇപ്പൊ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ആളെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം സിനിമ എന്നുള്ളത് അതാണ് പറഞ്ഞത്. അത് ഒരു തരം ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ആർട്ടിന്റെ ഒരു ഫംഗ്ഷനാണ്. മാഡ്നസിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന എല്ലാം നല്ല കലയാണെന്ന് ഞാൻ പറയും. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ നമ്മൾ പറയുന്ന ക്ലാസിക്സ് ആണ് ഇവിടുത്തെ എല്ലാ തിയേറ്റേഴ്സിലും ഓടുന്നതെങ്കിൽ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? പലതരം ജോണേഴ്സ് വരണം, പലതരം സിനിമകൾ വരണം. ഫാന്റസി, റിയലിസം, സർറിയലിസം. പക്ഷെ ഇന്ത്യൻ സിനിമ എല്ലാ കാലവും ഒരു ജോണർ മിക്സ് തന്നെയല്ലേ? അതൊരു ഇതേവരെ ഒരു പർട്ടിക്കുലർ ജോണർ ഫോളോ ചെയ്യാനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇല്ല, പിന്നെ ഇന്ത്യൻ സിനിമ കൂടുതലും ഇന്ത്യ ജോണർ സെൻട്രിക് ആണ്, ജോണർ മിക്സ് അല്ല. ജോണർ സെൻട്രിക് ആണ് ശരിക്കും പറഞ്ഞത്. വിച്ച് ജോണർ ഇറ്റ് ഈസ്? അല്ല, പല പല ജോണേഴ്സ് ഉണ്ട്. ത്രില്ലർ മാത്രമായിരിക്കും അങ്ങനെ ഒരു സിനിമ അങ്ങനെ ഇല്ല എന്നല്ലേ? അങ്ങനെ ഒരു ത്രില്ലർ മാത്രമായിട്ടൊരു ജോണർ അങ്ങനെ ഒരു സിനിമയും പറയാറില്ല. അതിലെല്ലാം വരാറുണ്ട് ഒരു ഇന്ത്യൻ സിനിമ പാക്കേജ് എന്ന് അല്ല. പറഞ്ഞാൽ. ഇന്ത്യൻ സിനിമ പൊതുവേ ജോണർ സ്പെസിഫിക് ആണ്. ജോണർ മിക്സ് ചെയ്ത് വരുന്നതിന്റെ കാരണം അങ്ങനെയുള്ള കുറച്ച് സിനിമകളെ വരാറുള്ളൂ. അതിന്റെ കാരണം ജോണറിന് വേണ്ടി അല്ല സിനിമ ചെയ്യുന്നുള്ളതാണ്. ആ പർട്ടിക്കുലർ ഫിലിം മേക്കർ അയാളുടെ സിനിമ ചെയ്ത് കഴിയുമ്പോൾ അതിൽ പല ജോണേഴ്സും വന്നുപെടും. സിൻസിയർ ആയിട്ടാണ് പറയുന്നത്, ലൈഫിനെ പോലെയാണ്. ഇന്ത്യൻ സിനിമയിലെ ബേസിക്കലി നമ്മൾ ഈ ജോണർന്ന് സ്പെസിഫൈ ചെയ്തതിനെക്കാട്ടിയും എനിക്കൊന്ന് കൂടുതലും ആളുകള് ഒരു ഫോർമുല ബേസ്ഡ് ആയിട്ട് പോകാറുണ്ട്. പ്രിയദർശൻ സാറിന്റെ ഏകദേശം ഇത്രത്തോളം ചിത്രങ്ങൾ ചെയ്തു. അദ്ദേഹം കൂടുതലും വളരെ സിമ്പിൾ നറേറ്റീവ്, 3 ആക്ട് സ്ട്രക്ചർ പോലത്തെ ഒരു നറേറ്റീവാണ് യൂസ് ചെയ്യാറുള്ളത്. വളരെ എല്ലാവർക്കും ഈ പറയുന്ന പോലെ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കോംപ്ലക്സ് നറേഷൻ അല്ല. താങ്കളുടെ സിനിമയിലോട്ട് വന്നപ്പോൾ അത് ഈ പറയുന്ന ഒരു ഹൈപ്പർ ലിങ്ക് സ്ക്രിപ്റ്റിങ്ങും പാരലൽ സ്റ്റോറി ടെല്ലിങ്ങും വളരെ ഇൻട്രിക്കറ്റ് രീതിയിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ചോദിക്കാനുള്ളത്, ഈ ഇമോഷൻ എത്രത്തോളം ലോസ് ആവാൻ സാധ്യതയുണ്ട്? നമ്മൾ പലപ്പോഴും ബ്രേക്കായിട്ട് നമ്മൾ ഒരാളെ അല്ലെങ്കിൽ അയാളുടെ ചുറ്റുപാടിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്ത സെറ്റ് ഓഫ് പീപ്പിൾ വരുന്ന കഥയിലോട്ട്. അല്ലെങ്കിൽ ഒരു ഇമോഷൻ ലെവലിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേസിലോട്ട് പോകുന്നത് കഥ പറയാനായിട്ട്. അത് ഒരു ഇമോഷണലി അത് ഒരു ബ്രേക്ക് അവിടെ സംഭവിക്കില്ലേ അങ്ങനെ വരുമ്പോൾ? ഒരു സെറ്റ് ഓഫ് ഇമോഷൻസിലൂടെ പോകുന്നു, ഒരു ക്യാരക്ടറിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻസിലേക്ക് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേറൊരു ഇൻസിഡൻറ്റിലേക്ക് പോവാതെ, അല്ലെങ്കിൽ നമ്മളെ സിനിമ കൊണ്ടാണ് ഈ അടുത്ത കാര്യത്തിന് അത് നമ്മൾ അതിൻ്റെ നിറ്റിങ് കറക്റ്റ് ആയിരിക്കണം. അത് ഒരു കഥ പറഞ്ഞു പോകുന്നു, ആ പോയിന്റിലേക്ക് മറ്റേ ക്യാരക്ടർ വരികയാണ്, ഒരു ജംഗ്ഷനിൽ വന്നവൻ ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കാണ് അപ്പൊ അതല്ലാതെ ഒരു സാധനം പറഞ്ഞു പിന്നെ നമ്മൾ വേറെ ഒരു പോയിന്റിൽ നിന്ന് ആ സ്ഥലത്തോട്ട് എത്തി. അങ്ങനല്ല നമ്മൾ അങ്ങനെ സിനിമകളുണ്ട്. ആ സിനിമ ഞാൻ പറഞ്ഞത് അതാ അതിന്റെ സ്ക്രീൻ പ്ലേ അത്രയും നിറ്റഡ് ആണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ജംഗ്ഷനിലും കൃത്യമായിട്ട് ക്യാരക്ടേഴ്സ് ഒന്ന് ജോയിൻ ചെയ്യുന്നു. ലൈഫ് ഇമിറ്റേറ്റ് ചെയ്യുന്ന, ലൈഫിന് മിറർ ചെയ്യുന്ന സ്റ്റൈലിംഗ് ആണത്. ഇപ്പൊ നമ്മുടെ ഒരു ദിവസം നോക്കിയാൽ മതി. ആ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു മൂഡും അത് ട്രാവൽ ചെയ്ത് വരുമ്പോൾ പല എത്ര സിറ്റുവേഷൻസിൽ കൂടെയാണ് പോകുന്നത്. അതിൽ ഏതെങ്കിലും ഒരു സാധനം സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാറുണ്ടോ? പല സാധനങ്ങളിലോട്ട് നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പലപ്പോഴും മാറും. അതുപോലെ ലൈഫ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കളേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളുണ്ട്. അത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആണോ എന്നുള്ളതല്ല, ആ സിനിമ ആസ് എ ഹോൾ ഒരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിട്ട് കോംപ്ലക്സ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ധാരാളം സിനിമകൾ ചെയ്തു, 2009 മുതൽ. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകളുടെ പാറ്റേൺസ് അല്ലെങ്കിൽ കൂടുതലും പരീക്ഷണങ്ങൾ ഉള്ള സിനിമകളായിട്ട് കാണാറുണ്ട്. ഈ നറേഷനിൽ പരീക്ഷണങ്ങളുണ്ടാവാം, ക്യാരക്ടറിൽ ഒത്തിരി വെറൈറ്റീസ് ക്യാരക്ടർ വളരെ കോംപ്ലക്സ് ക്യാരക്ടേഴ്സ്. ഈവൻ ഫോർ എക്സാമ്പിൾ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ ഒരു സൈക്കിക്കായിട്ട് വളരെ മോഡുലേഷനുള്ളൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ താങ്കൾ സെലക്ഷനിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഈയിടെയായിട്ട്? സ്റ്റോറി സെലക്ഷൻ അല്ലെങ്കിൽ മൂവി സെലക്ഷൻ? ഞാൻ സിനിമയിൽ വരുമ്പോൾ ഞാനൊരു പ്രേക്ഷകൻ മാത്രമായിരുന്നു. സിനിമ ഇഷ്ടപ്പെട്ടാണ് സിനിമയിൽ വന്നത്. അപ്പൊ എനിക്ക് ആകെ അറിയാവുന്നത് ശ്യാം സർ ഫസ്റ്റ് ഫിലിമിന് മുന്നേ ഒരാഴ്ച ഞങ്ങൾക്ക് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിലാണ് സാറ് ശരിക്കും ഒരു ഐഡിയ തന്നത് എന്താണ് ആക്ടിങ് എന്നുള്ളത്. കാരണം എൻ്റെ മനസ്സിലുള്ളതല്ലായിരുന്നു ശ്യാം സാറിന് വേണ്ടത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു ക്ലാരിറ്റി മാത്രമായിരുന്നു കുറേ നാള് എനിക്കുണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ഒബ്വിയസ്ലി സിനിമകൾ കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒരുപാട് സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചു. പല സിനിമകളും വൺ ലൈൻ കേട്ട് ഞാൻ ചെയ്യാൻ പോയി. അപ്പൊ ഞാൻ ആഗ്രഹിച്ച സിനിമയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. പിന്നെ ഞാൻ കേപ്പബിൾ അല്ലാത്ത ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു.
എന്റെ കയ്യിൽ നിൽക്കാത്ത ക്യാരക്ടേഴ്സ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ഓരോ സിനിമ കഴിയുമ്പോഴും ഞാൻ ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആണ് ഒരു അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തിയേറ്ററിൽ ഒരു സിനിമ സക്സസ് ആവുക എന്നുള്ളതാണ് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നത്. ഒരു സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ എന്ന് എപ്പോഴും ആളുകൾ പറയുന്നത് നല്ല ഒരുപാട് പൈസ കിട്ടുന്ന സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ് എന്ന് ഒരു റിയലൈസേഷൻ ഒരു പോയിന്റിൽ എനിക്ക് വന്നു. പിന്നെ ഒരു സേഫ് സോൺ ആക്ടറായിട്ട് ഒതുങ്ങാൻ കാര്യം ദൈവം സഹായിച്ച സിനിമ സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് കിട്ടി. അപ്പൊ എന്തെങ്കിലുമൊക്കെ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നിന്ന് ആണ് പല ടൈമിലും ഞാൻ സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ചില സമയത്ത് ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ ആളുകളുടെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ പല സിനിമയും ഞാൻ ഇപ്പൊ ഒരാൾ വന്ന് എന്റെ അടുത്ത് കഥ നറേറ്റ് ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ കിട്ടിയ അല്ലെങ്കിൽ ഞാൻ ഡേറ്റ് കൊടുത്ത സിനിമ തന്നെ ആയിരിക്കണം എന്നില്ല എക്സിക്യൂട്ട് ചെയ്ത് ഇത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻസ് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ കാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യം, കുറെ നാൾ പുതിയ ആളുകളോട് വർക്ക് ചെയ്തിട്ട് ആണ് ഞാൻ അരുൺ ചേട്ടന്റെ അടുത്ത് കാറ്റിന് വേണ്ടിയിട്ട് ചെല്ലുന്നത്. അപ്പൊ അവിടെ വന്ന് ഫസ്റ്റ് ഡേ മുതൽ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. കാരണം എനിക്ക് ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയും എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും അതിന്റെ എല്ലാ രീതിയിലുള്ള എക്സിക്യൂഷനും കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിൽ ഭയങ്കര കംഫർട്ടബിൾ ആയി. അത് ശരിക്കും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ ആ ഡിഫറൻസ് എന്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എന്റെ ആ സിനിമയിലുള്ള സ്പേസിലാണെങ്കിലും ഒക്കെ വ്യത്യാസം ഫീൽ ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു ക്ലിപ്പാണ് അനുരാഗലിക്ക് വെള്ളത്തിൽ അടി കൊള്ളണ ഒരു സീൻ. അത് ഭയങ്കര അപ്രീസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ഒറ്റ മൊമെന്റ് സിംഗിൾ ഷോട്ടിൽ ഒത്തിരി കൈൻഡ് ഓഫ് എക്സ്പ്രഷൻസുകൾ വന്നിട്ടുണ്ട്. വളരെ സട്ടിലായിട്ടാണ്, വളരെ സട്ടിലായിട്ടാണ് അച്ഛാ, കള്ളു പിടിച്ച് പെമ്പിള്ളേരെ വീട്ടിൽ കയറി അലമുണ്ടാക്കുന്നതാ പട്ടി. ഭയങ്കര ഒരു ഗ്രോത്ത് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കരമായ ഗ്രോത്ത് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞാണ് അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടൻ എന്നുള്ളൊരു ചിത്രം വരുന്നത്. അതിൽ ഈ പറയുന്ന പോലെ അത് വ്യക്തമായൊരു ഇൻസ്ട്രക്ഷൻ ഉള്ളൊരു സിനിമയായിരുന്നു ഫോർ ദി ക്യാരക്ടർ. താങ്കൾക്ക് പല സമയത്തും താങ്കളുടെ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ പലപ്പോഴും ബ്രേക്കപ്പ് വന്നിട്ട് സഹിക്കുകയാണ്, അത് വീണ്ടും ഇമോഷണൽ കണ്ടിന്യൂറ്റിയിലേക്ക് വരണം. അതൊരു ഇൻസ്ട്രക്ഷൻ മാത്രമായിരുന്നോ, അത് താങ്കൾക്ക് ഭയങ്കരമായൊരു എഫേർട്ട് വേണ്ട ഒരു സിനിമയല്ലായിരുന്നു? അതിൽ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ആ സ്ക്രിപ്റ്റിൽ വെൽ ഡിഫൈൻഡ് ആയിരുന്നു. പക്ഷെ അതിന്റെ മാനറിസംസ് ചെയ്തു വന്നപ്പോ കിട്ടിയതാണ് ശരിക്കും. അത് ഒരു ഭയങ്കരമായ റെഫറൻസ് എടുക്കാനുള്ള ഒരു സ്കോപ്പ് ഇല്ലായിരുന്നു അങ്ങനെ ഒരു ക്യാരക്ടറിന്. പറഞ്ഞു വരുമ്പോ ഇയാളുടെ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ള പോയിന്റ് ആണ് അതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിന്നതും. അപ്പൊ അത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ ചെയ്ത് വന്ന് അത് ശരിക്കും ദൈവം ഇട്ട് തന്നതാണ്. അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടത് ആ കണ്ണിന്റെ ഒരു മാനറിസമാണ്. അത് ശരിക്കും ഷോർട്ടിനിടയിൽ സംഭവിച്ചതാണ്. അത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നത്. പക്ഷെ അത് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തുനിന്ന് കറക്റ്റ് ആയിട്ട്. കാര്യം അത് ഷൂട്ട് ചെയ്ത് ഒരു ഓൾമോസ്റ്റ് 30 days ആ പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾ ഓഫ് സ്ക്രീനിലും അങ്ങനെ തന്നെയാണ് സംസാരിക്കാൻ ശ്രമിച്ചത്. കാര്യം കുറെ നാളായിട്ട് ഇയാൾക്കുള്ള ഒരു പ്രശ്നമാണ് എന്ന് വളരെ കൺവിൻസിംഗ് ആയിട്ട് കൺവിൻസിംഗ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നി. ക്യാരി ഓവർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടോ? ചില സമയത്തുണ്ട്. ചില സമയത്ത് അത് ഭയങ്കര മോശമായിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സ് പിടിക്കാറുണ്ട്, കണ്ടിന്യൂ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് റൊമാൻസ് ചെയ്യും. ഒരു സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞാൽ അസുരവിത്ത് എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ എന്റെ മനസ്സിലൊരു ഭയങ്കരമായ ഒരു സൂപ്പർ സ്റ്റാർഡം ഫിലിം ആയിരുന്നു അത്. അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടുന്ന ഒരു സിനിമയായിരുന്നു. അപ്പൊ ഞാനത് ഭയങ്കര ത്രില്ഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് ആ സിനിമ കാണും, സത്യം പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ എനിക്കത് കാണാൻ പറ്റില്ല. കാര്യം ഞാൻ അത്ര മോശമായിട്ട് പെർഫോം ചെയ്തൊരു സിനിമയാണത്. ആ ഒരു റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് ഇത്രയും സിനിമകൾ ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ഈസിലി ഇതിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നതിനെ പറ്റിയിട്ടാണ്. കാര്യം ഫസ്റ്റ് ഡേ വന്ന് ക്രിക്കറ്റ് കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് മുതൽ എല്ലാം പ്രശ്നമാണ്. കളിച്ചാണ് ഇതിൽ ടൈമിങ്ങും ഈ പറയുന്ന ഒരു ക്രിക്കറ്റർ എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരുന്നത്. അത് തന്നെയാണ് ഇപ്പൊ എന്റെ കരിയറിലും സംഭവിച്ചതുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള ചിത്രത്തില്
അതിൽ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ശ്രദ്ധിച്ചിരുന്നു. ഏറ്റവും പാറ്റേൺ അല്ല, ഒരു സീക്വൻസ്, അതായത് ക്ലൈമാക്സ് പോർഷനിൽ ഒരു കില്ലിംഗ് സീക്വൻസ് ഉണ്ട്. താങ്കൾ അതിൽ ബ്ലാക്കിനെ യൂസ് ചെയ്തിട്ടാണ്. അത് ആക്ച്വലി എന്തായിരുന്നു അതിൽ അതിൻ്റെ ആ ഒരു ടെക്നിക്കാലിറ്റി എന്തായിരുന്നു? എന്തിനാണ് അവിടെ ബ്ലാക്ക് സ്ക്രീൻ യൂസ് ചെയ്തത്? അതിൽ വട്ടുജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം, അപ്പം അയാളുടെ വിഷനാണത്. അപ്പം അയാൾ ഇങ്ങനെ നടന്നു പോകുന്നു, പിന്നെ അപ്പം അയാളുടെ മൈൻഡ് സെറ്റാണ്. അതിന് മുമ്പുള്ള സീക്വൻസ് ശ്രദ്ധിച്ചാൽ പറയാം, അയാളുടെ ഓർമ്മകൾ, അയാളുടെ റീസൺ, അയാൾ ആ പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിൻ്റെ റീസണിങ് ആണ് ഇങ്ങനെ. അയാൾക്കൊരു മാഡ്നസ് ഉണ്ട്. ആ മാഡ്നസിനെയാണ് നമ്മൾ ആ എഡിറ്റിംഗ് പാറ്റേണിലോട്ട്. പക്ഷെ അത്ര നേരമില്ലാത്ത ഒരു എന്തുകൊണ്ടാണ് അത്ര നേരം ഇല്ലാതെ ക്ലൈമാറ്റിക് പോർഷൻ? ആ സമയത്താണ് അയാളുടെ മാഡ്നസിലേക്ക് അയാൾക്കൊരു അതിനകത്തൊരു ബ്ലൈൻഡ് റേജ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ബ്ലൈൻഡ്നെസ്സിനാണ് അവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ആ മോമെന്റ് ഓഫ് ഇമ്പാക്ട് എന്ന് പറയുന്നത് അയാളുടെ ഏറ്റവും ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആ ഫൈനൽ സ്റ്റേജിൽ കാണിക്കുന്നത്. മാഡ്നസിന്റെ ഏറ്റവും ബ്ലൈൻഡ് സ്റ്റേജ് ആണ്. അപ്പോൾ ബ്ലൈൻഡ് സ്റ്റേജ് വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സ്വയം ശ്രദ്ധിച്ചാലും മനസ്സിലാവും, എക്സ്ട്രീം കേസസ് ഓഫ് ഇമ്പാക്ട് വരുന്ന സമയങ്ങളിൽ ട്രോമ വരുമ്പോൾ നമ്മൾ ബ്ലാങ്ക് ആവും. ബ്ലാങ്ക്നെസ്സും ഡാർക്ക്നെസ്സും നമ്മുടെ ഹൈ ഇമ്പാക്ട് ഉള്ള ഡ്രാമയിൽ വരുമ്പോൾ നമുക്ക് തന്നെ സംഭവിക്കുന്നതാണ്. അപ്പൊ അതിനൊന്ന് വിഷ്വലി ഡിഫൈൻ ചെയ്യാനുള്ളായിരുന്നു എയിം അവിടെ. എനിക്ക് തോന്നിയത് നിങ്ങൾ ഒരു വയലൻസ് എന്നുള്ള ഒരു വയലൻസ് എന്നുള്ളതല്ല, ആ ഇമ്പാക്ടിന്റെ മൊമെന്റ് എപ്പോഴും ഡാർക്ക് ആയിരിക്കും. അതായത് പാസ്റ്റിലോട്ട് വേറൊരു കട്ട് ബാക്ക് ഉണ്ടല്ലോ, ഈ കൈതേരി സഹദേവന്റെ പാസ്റ്റിലോട്ടുള്ളൊരു കുട്ടിയായിരിക്കുമ്പോൾ ഫസ്റ്റ് സീക്വൻസിലോട്ട് കട്ട് ബാക്ക്, കണ്ണടയ്ക്കുന്നോ എന്ന് ചോദിക്കുന്ന സാധനം, അതും ബ്ലൈൻഡ്നെസ്സുമായിട്ട്, ഈ ബ്ലൈൻഡ് സ്പോട്ട് എന്നുള്ള സാധനമായിട്ട് റിലേറ്റഡ് ആണ്. കണ്ണ് മൂടുന്നോ എന്ന് ചോദിക്കുന്നു. റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാക്കാണ് റിയലിസം അല്ലെങ്കിൽ റിയലിസ്റ്റിക് ഫിലിംസ് എന്നുള്ളത്. താങ്കളുടെ ആദ്യ സിനിമ രസികൻ ഞാൻ അന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടതായിട്ട് ഓർക്കുന്നു. ദാറ്റ് വാസ് എ കാരിക്കേച്ചർ ഫിലിം, സ്പൂഫ് ഫിലിം. അങ്ങനെ നോക്കുവാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും എല്ലാ സിനിമകളിലും താങ്കൾ ഒരു കാരിക്കേച്ചേഴ്സ് അല്ല യൂസ് ചെയ്ത്. കാരിക്കേച്ചേഴ്സിന്റെ എലിമെന്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ, കാരിക്കേച്ചറിങ് അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. റിയലിസ്റ്റിക് ആണ്. നമുക്കൊരു തെറ്റിദ്ധാരണയാണ്, നമ്മുടെ സിനിമകളെല്ലാം അങ്ങനെ എക്സ്ട്രീംലി റിയൽ ആയിട്ട് ലുക്ക് ചെയ്യുമ്പോഴാണ് റിയലിസ്റ്റിക് സിനിമ മാത്രമേ നല്ല സിനിമയാണെന്നുള്ളത് ഇവിടെ ഉള്ളൊരു പ്രിവലന്റ് ആയിട്ടുള്ള ഒരു ഇന്റലക്ച്വൽ തോട്ടാണ്. വാസ്തവത്തിൽ അത് ഭയങ്കര റോങ് ആണ്. കാരണം ഇപ്പം ലോക സിനിമയിൽ നമുക്ക് പലതരം സിനിമകളുണ്ട്. ഇപ്പൊ ഫാന്റസി, റിയൽ ഫിലിംസ്, റിയലിസ്റ്റിക് ഫിലിംസ്, ഫാന്റസി ഉള്ള ഫിലിംസ്, സർറിയൽ ഫിലിംസ്, മാജിക്കൽ റീൽസ്. അപ്പൊ ഈ എലിമെന്റ്സ് എല്ലാം നമ്മുടെ ലൈഫിൽ, നോർമൽ ലൈഫിലുള്ളതാണ്. എൻ്റെ സിനിമകളിൽ ഞാനത് ഒരുപാട് എലിമെന്റ്സിന് അല്ല, എനിക്കത് കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തു. കാരണം താങ്കളുടെ സിനിമകളിൽ അങ്ങനെ ഒരു സ്പേസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഹൈഡ് ചെയ്യണമായിട്ട് ഫീൽ ചെയ്തു. ഹൈഡ് ചെയ്യണമല്ല, അതിനൊരു പ്രോപ്പർ ലൊക്കേഷൻ പറയുന്നതായിട്ട് തോന്നില്ല. ഇപ്പോൾ ഒരു ഇമാജിനറി ലൊക്കേഷനാണ് കൂടുതൽ. ഇപ്പോൾ തെളവാത് തെരുവ് എന്നുള്ളത് ആദ്യത്തെ ഫിലിമിൽ, ടിയാൻ എന്ന ചിത്രത്തിലും ഒരു ഫിക്സഡ് ലൊക്കേഷൻ അല്ലെങ്കിൽ ടിയാൻ എന്ന് പറഞ്ഞാൽ ഫിലോസഫിക്കൽ ഫിക്ഷൻ ആണ്. അത് വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സാധനമാണ്. അതായത് അത് റൂട്ട് ചെയ്തിരിക്കുന്ന വിസ്ഡം എന്നുള്ള സാധനത്തിലാണ്, ഇന്റലിജൻസിലല്ല. അപ്പൊ ലോജിക്ക് വെച്ചിട്ട് അങ്ങനെയുള്ള ഫിലിംസിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. അത് പക്ഷെ ആ ടൂള് ക്രിട്ടിക്സിന് കുറച്ചു പേർക്കേ ഉള്ളൂ. ലോജിക്കിന് വെച്ചിട്ട് ചില ഏരിയാസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പൊ E.T. എന്ന് പറഞ്ഞ സിനിമ ലോജിക്ക് എടുത്തോണ്ട് ഇവിടെ ഉള്ളവർ പോകില്ല, കാരണം അത് വെസ്റ്റേണർ എടുത്ത പടമാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയിൽ പറയാതെ പറയുന്ന ഒരു സിംബോളിസം കണ്ടിരുന്നു. അതായത് താങ്കളുടെ ഇടത് കൈ അല്ലായിരുന്നോ പാരലൈസ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ മാർച്ചിങ് ആൻഡ്സ്, അത് അങ്ങനെ കുറച്ച് സിംബോളിസം ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നു ആ സിനിമയിലാണ് കൂടുതലും ഞാനത് കണ്ടത്. സിംബോളിസം എല്ലാ സിനിമകളിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കാറ്റിലും ഉണ്ടാവും, കാണുമ്പോൾ മനസ്സിലാവും. അത് സിംബോളിസം എന്ന് പറഞ്ഞാൽ ആർട്ടിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. മനസ്സിലായില്ല, നമ്മളത് ഒരാളിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അയാളുടെ നേച്ചറിൽ തന്നെ അയാളുടെ, ഇപ്പൊ പണ്ട് ഷെർലോക്ക് ഹോംസ് കുറിച്ച് പറയുമല്ലോ, ഒരാളിനെ നോക്കിയിട്ട് ആ ആൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അതിന്റെ ഹിസ്റ്ററി മുഴുവൻ പറയും, ഒരു ക്ലാർവോയിന്റ് പറയുന്ന പോലെ. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരാളിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ സിംബോളിസം ഉണ്ട്. അതാണ് എത്രത്തോളം പറച്ചിലിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഇൻ ദ ഡീറ്റെയിൽ ഈസ് ദ ഡെവിൾ എന്ന് പറയുമല്ലോ, ഡെവിൾ ഇസ് ഇൻ ദ ഡീറ്റെയിൽ എന്ന് പറയും. അപ്പൊ ഡീറ്റെയിലിംഗ് ആണ് ആർട്ടിന്റെ ഏറ്റവും വലിയ സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ സ്ക്രീൻ പ്ലേസ് എഴുതുമ്പോൾ
ഞാൻ ഇപ്പോൾ അരുൺ അറിയാം, ഒരു ചെറിയ സീൻ ഞാൻ എഴുതുന്ന ഒരു 10 പേജായിരിക്കും. ഡീറ്റെയിലിങ്ങും സൗണ്ടും മ്യൂസിക്കൽ ഇതും ഒക്കെ എഴുതും. അതിനകത്ത് മുഴുവൻ എഡിറ്റിംഗ് പാറ്റേൺസ് ഒക്കെ ഫുള്ളി എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിനകത്ത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മസ്റ്റ്. ദീപക് സാർ കാറ്റ് എന്ന ചിത്രത്തിൽ ഈ മ്യൂസിക്കിൽ കുറേം കൂടി കാൽപ്പനികത വരേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് സ്കേപ്പ് വരുമ്പോൾ കുറേം കൂടി റിയൽ ആൻഡ് റോയിലായിട്ട് വന്നാലും മ്യൂസിക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഇമാജിനറി ലെവലിലോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. ആ ബാലൻസിങ് ഈ സിനിമയുടെ സ്കേപ്പ് ഈ ബാലൻസും കൂടി എങ്ങനെയാണ് ഒത്തുപോയത്? അപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ള ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ മ്യൂസിക്കും അതേപോലെ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ലേഡ് ബാക്ക് ആണ്, അത്ര ബബ്ലി അല്ല. ഈ നൂഹു കണ്ണെന്ന് പറയുന്ന ക്യാരക്ടർ നൂഹുവിൻ്റെ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വേറൊരു ഒരു ബബ്ലിനെസ് ഉണ്ട്. കാരണം അവിടെ അമ്മയുടെ വാത്സല്യം, അവിടെയാണ് കാമുകിയുള്ളത്. അപ്പോൾ അവിടെയൊക്കെ വരുന്ന സമയത്ത് ഞാനും ആസ് എ കമ്പോസർ വേറൊരു മൈൻഡ് സെറ്റിലേക്ക് മാറുകയാണ്. കാരണം അവിടെയാണ് നൂഹുവിൻ്റെ വേറൊരു സൈഡ് കാണിക്കുന്നത്. അപ്പം മ്യൂസിക്കലിയും 2 ട്രീറ്റ്മെൻ്റ് ആണ്. ഈ 3 ഫ്രണ്ട്സ് കൂടുന്ന ലൊക്കാലിറ്റിയിലുള്ള ആ ഒരു ഡിസൈൻ അല്ല മ്യൂസിക്കലി ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ആ പാട്ട്, ഏകയായി നീ എന്നുള്ളൊരു പാട്ടിൻ്റെ എലിമെൻറ്റ്സ് കുറേ സീഷോറുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ഈവൻ മ്യൂസിക്കലി പല ഇൻസ്ട്രുമെൻസിന് മെയിൽ ഫീമെയിലിൻ്റെ ഒരു ക്യാരക്ടർ കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിൻ്റെ സമയത്ത് റെയിൻ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. റെയിൻ സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു കോൽ, അതിൻ്റെ അകത്ത് കുറേ ചെറിയ കല്ലാണ്. അപ്പോൾ അതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകുമ്പോൾ വെള്ളം പോകുന്ന പോലത്തെ ശബ്ദമാണ്. അപ്പോൾ അത് അല്ലല്ല, റെയിൻ സ്റ്റിക്ക് ഓൾറെഡി ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അത് ആ ഇൻസ്ട്രുമെൻറ്റ് ഈ ഡ്രൈ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് കാണിക്കുന്ന സമയത്ത് ഒരു എഫക്റ്റ് പോലെ, കാരണം നമുക്ക് ഓർഗാനിക് ആയിരിക്കണം എന്നുള്ളൊരു മെയിൻ ഒരു ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് ഈ ഇൻസ്ട്രുമെൻറ്റ് കുറേ അധികം ഞാൻ ഫസ്റ്റ് ഹാഫിൽ യൂസ് ചെയ്തിരുന്നു. അത് അരുൺ അന്ന് ഫസ്റ്റ് ഹാഫ് കാണാൻ പോകുന്നതിന് മുമ്പേ അരുൺ വന്ന് ഇത് കണ്ട ഉടനെ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് എനിക്ക് ആ ജോഗ്രഫിക്കൽ ലൊക്കാലിറ്റി ആയിട്ട് ഭയങ്കരമായിട്ട് കൊളൈഡ് ചെയ്യുന്നു. എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? അതിൽ എവിടേക്കോ വെള്ളം ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഇൻസ്ട്രുമെൻ്റ്, ആ കല്ലിങ്ങനെ പോകുന്ന സമയത്ത് വാട്ടർ ഡ്രോപ്സ് മാതിരി തോന്നുന്നു. അപ്പം എൻ്റെ അടുത്ത് ഒരു പക്ഷേ ഞാൻ അവിടെ ഷൂട്ട് ചെയ്തപ്പം 40 ഡിഗ്രിയിൽ കാല് പൊള്ളുന്ന ചൂടിൽ നിന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വെള്ളത്തിന്റെ ഒരു ഫീല് വരുമ്പോൾ, തണുപ്പ് വരുമ്പം എനിക്കത് എന്തോ ഒരു ഞാൻ പറഞ്ഞത് വെള്ളമല്ല, അത് ശരിക്കും അതൊരു ഇൻസ്ട്രുമെന്റ്. അപ്പോൾ പറഞ്ഞു പക്ഷെ അത് ഭയങ്കര വാട്ടറി ഫീൽ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ നോ പ്രോബ്ലം. അങ്ങനെ ആ പടത്തിൽ എവിടെയൊക്കെ റെയിൻ ഡ്രോപ്പിന്റെ ഈ ഒരു ഫീല് വരുന്നോ, റെയിൻ സ്റ്റിക്കിന്റെ ഇൻസ്ട്രുമെന്റ് വരുന്നോ, അതെല്ലാം മ്യൂട്ട് ചെയ്തു. കാരണം ആ ഒരു ഇൻസ്ട്രുമെന്റ് മതി ആ ഒരു കാണുന്ന ഒരാളെ ഡിസ്റ്റർബ് ചെയ്യാൻ. ഒരു വാട്ടർ വന്നു കഴിഞ്ഞാൽ ആ ചൂട് അവിടെ ഫീൽ ചെയ്യില്ല. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ ഇൻസ്ട്രുമെന്റിന്റെ ഡിസിഷൻ മേക്കിംഗ് പോലും നമ്മൾ കെയർഫുൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവർ 3 പേരും ഉള്ള സമയത്ത് ചില ഇൻസ്ട്രുമെന്റ്സ് ഫെമിനൈൻ ടച്ച് ഫീൽ ചെയ്യുന്നു പറഞ്ഞു. അതായത് ഒന്നുമല്ല, താളം പിടിക്കുന്ന ടാമറിൻ ആയാലും മതി ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ. ടാമറിൻ വരുമ്പം അരുണിന് അതൊരു ചിലങ്കയുടെ സൗണ്ട് മാതിരി ഫീൽ ചെയ്തു. അപ്പം ചിലങ്കയല്ല ടാമറിൻ ആക്ച്വലി. പക്ഷെ ആ ഒരു ഫ്രീക്വൻസി വരുമ്പം ഇവർ 3 പേരും ഉള്ള സ്ഥലത്ത് ഒരു പെണ്ണില്ല. അപ്പോൾ ഒരു പെണ്ണിന്റെ ഒരു ഫീലുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അവിടെ വേണ്ട എന്നുള്ള ഡിസിഷൻ മേക്കിംഗ്, അത് ഭയങ്കരമായിട്ട് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അത് കഥയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആ ചില ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങിലുള്ള ഡിസിഷൻ മേക്കിംഗ് പോലും നമുക്ക് ശരിക്കും അത് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അല്ല, ഇപ്പൊ പറഞ്ഞപ്പോ ആണ് തോന്നുന്നത്, ഇപ്പൊ മുരളി സാറിന്റെ ക്യാരക്ടർ എനിക്കിടെ ഭയങ്കര ഒരു മസ്കുലിൻ ക്യാരക്ടർ തന്നെയാണെന്ന് തോന്നുന്നു. അതിൽ ഈ പറയുന്ന പോലെ ഒരു ഫ്ലക്ച്വേഷൻ അതിന്റെ അകത്ത് ഒരു കാലം സംഭവിക്കില്ല. അത് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ മാത്രമല്ല, ഇവര് 3 പേരും ഉള്ള സമയത്തും അവര് ടോക്സ് ഒക്കെ വളരെ ആണുങ്ങൾ മാത്രം ഉള്ള സമയത്ത് മെയിൽ വേൾഡ് ആണ്. മാത്രമല്ല പപ്പനത് എഴുതിയിരിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിന്റെ ചില ഒരേ ടോണിലുള്ള ക്യാരക്ടേഴ്സ് അല്ല. ഒരു ട്രേറ്റ്സ്, ഇപ്പൊ മസ്കുലിറ്റി എന്ന് പറഞ്ഞ ട്രേറ്റ് കൊടുക്കാമെങ്കിലും ഇന്നസെൻസ് എന്ന് പറഞ്ഞ സാധനം നൂഹുന് കൊടുക്കാമെങ്കിലും ഇതിനകത്ത് ഒരുപാട് മോമെന്റ്സ് അവൻ എഴുതി ചേർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന് നല്ല രസമുള്ള വേരിയേഷൻസ് ക്യാരക്ടേഴ്സിലെയും സിറ്റുവേഷൻസിലെയും അല്ലേ.
ഒരുപാട് സാധനങ്ങൾ വളരെ നാച്ചുറലി ബ്ലെൻഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതെങ്ങനെ സ്കിൽഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഈ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ഓർമ്മയായിട്ട് മനസ്സിൽ നിൽക്കുന്നത്. പെർഫോം ചെയ്തു എന്നുള്ളത്. ഈവൻ ഈ ചെലപ്പനും നൂഹുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്, അതെ അതെ അതെ, അതിലൊക്കെ നൂഹിനെ കളിപ്പിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ബ്യൂട്ടിഫുള്ളി റിട്ടേൺ ആണ്. ആ ഏരിയ ഒക്കെ അതുപോലെ റൈറ്റിങ്ങിന്റെ ഒരു നല്ല ബാക്കിംഗ് ഈ സിനിമയിലുണ്ട്. ഇപ്പൊ പത്മനാഭൻ സാറിന്റെ കഥാ പ്രപഞ്ചം എന്ന് പറയാമെങ്കിലും ഇതിന്റെ ഒരു ബേസിക് റൈറ്റിംഗ് സ്കിൽ എന്ന് പറയുന്നത് അനന്തന്റെയാണ്. ഈ ഇപ്പം ഈ പറയുന്ന ഈ മസ്കുലിനിറ്റി അല്ലെങ്കിൽ മെയിൽ വേൾഡ് എന്ന് സാറ് പറഞ്ഞല്ലോ, ആസ് എ ഡയറക്ടർ ഒരു ഷോട്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ലെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു ക്യാമറ ലെൻസിങ് ഇത്തരം കാര്യങ്ങൾ വളരെ ഡിപ്പെൻഡിങ്, ഇത്തരം ട്രേഡ്സുമായിട്ട് വളരെ ഡിപ്പെൻഡിങ് അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടോ ദ ഹോൾ ഫിലിം? അത് ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ്, അങ്ങനെ ഒരു പാറ്റേൺ എന്തെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ തന്നെ ഈ പടത്തിൽ ഈ കഥ പറഞ്ഞു പോകുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് പോകുന്ന ഇമോഷൻസിനെ ബേസ് ചെയ്ത് ലെൻസിങ് ചെയ്തിട്ടുണ്ട്. ഓരോ പർട്ടിക്കുലർ ക്യാരക്ടറിനെ ബേസ് ചെയ്ത അല്ല, ഓരോ ക്യാരക്ടറിനെ ഇവർ പോകുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ ഇവർ പോകുന്ന സിറ്റുവേഷൻസ് അതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഇവർ ഒരു കുളിക്കടവിൽ ഇരിപ്പുണ്ട്, കുളിക്കടവിൽ നിന്ന് ഇവർ സംസാരിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ലെൻസിങ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. കാരണം അതേ ആൾക്കാർ ഇവർ വളരെ സീരിയസ് ആയിട്ട് വേറൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ആർഗ്യുമെന്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഈ സാധനം മാറും. അതിനകത്ത് ഈ ചെല്ലപ്പൻ വളർത്തുന്നൊരു പരുന്തുണ്ട്. ആ പരുന്ത് വന്നിരിക്കുകയും ആ പരുന്തിനെ ഏറ്റവും വലിയ പെറ്റാണ്, അഴകി എന്നാണ് ഇതിന്റെ പേര്. വന്നിരിക്കുകയും പോളി പെട്ടെന്നൊരു പോളിയുടെ ഒരു അവൻ്റെ ഒരു എന്താ പറയാ ഒരു വിടുവായിത്തരം ചോദിക്കുന്നു ചെല്ലപ്പൻ ചോദിക്കുന്നു. ചെല്ലപ്പൻ റിയാക്ട് ചെയ്യുന്നുണ്ട് അതിന്. ആ ചോദ്യം കേട്ടിട്ട് ഫുൾ കേട്ടിട്ട് തിരിച്ച് അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു മൂഡാണ് ഇവരുടെ. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അത് ഞാൻ ട്രീറ്റ് ചെയ്ത വേറൊരു ലെൻസിങ് പാറ്റേൺ. താങ്കൾ ആസ് എ ഡയറക്ടർ ഈ സ്പോണ്ടൈനിറ്റി അല്ലെങ്കിൽ ഇംപ്രൊവൈസേഷനിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? വളരെ കട്ട് ആൻഡ് ടൈറ്റ് ആയിട്ട് ഇപ്പോൾ ഇല്ല, അങ്ങനെയല്ല. ഇപ്പം ബേസിക്കലി ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടാണ് ഞാൻ സിനിമ ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്കലി ഹോം വർക്ക് വിൽ ബി ഡൺ. വളരെ കൃത്യമായി ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ അടുത്താണ് എല്ലായിടത്തും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡ് ആയിട്ട് ലൊക്കേഷനിൽ വന്നു. പിന്നെ ഇദ്ദേഹം എഡിറ്ററും കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ്, പ്രൊഡ്യൂസറും കൂടെ ആയതുകൊണ്ട് പ്രൊഡ്യൂസർ അത് ബ്രാക്കറ്റിൽ അധികം ഷോർട്സ് എടുക്കില്ലായിരുന്നു. നല്ലൊരു നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ഷോട്ടില് പെട്ടെന്നൊരു ഡിസ്റ്റർബൻസ്, ബാക്കിൽ ഒരാൾ വരികയോ അല്ലെങ്കിൽ ഒരു വണ്ടി ഫ്രെയിമിൽ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മള് ഷോട്ട് ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പൊ അരുൺചേട്ടൻ ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിന് ആ ഷോട്ടിൽ ഉപയോഗിക്കാൻ ഇദ്ദേഹം പ്ലാൻ ചെയ്തിരുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് റീടേക്ക് പോവില്ല. അത് ആക്ടേഴ്സിന് ഭയങ്കര പ്ലസ് ആണ്. കാരണം നമ്മളിത് ഓരോ പ്രാവശ്യം ചെയ്യുന്നതോറും ഇത് പ്ലാസ്റ്റിക് ആവാൻ തുടങ്ങും. ഇത് പ്ലാൻ ചെയ്യാൻ ചോദിക്കുന്നത്. അത് മുമ്പ് ശീലിച്ചിരുന്ന ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതിപ്പം അൺഫോർച്ചുനേറ്റ്ലി ഡിജിറ്റൽ ഡിസിപ്ലിൻ കൂടുതലും ഫിലിം സ്റ്റോക്ക് ഞാൻ 5 പടം ചെയ്തതിൽ ഞാൻ 3 ഫിലിംസ് ഞാൻ ലെഫ്റ്റ് ഉൾപ്പെടെ ഞാൻ ചെയ്ത ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിനുശേഷമാണ് എൻ്റെ പടത്തിൽ ഇതുമാണ് ഞാൻ ഡിജിറ്റൽ ഷൂട്ട് ചെയ്തത്. ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് അതിനകത്ത് ഞാൻ ഉപയോഗിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, അത് ഞാൻ പിന്നെ അത് റീടേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ അടുത്ത ഷോട്ടിലേക്ക് പോകും. കാരണം എനിക്ക് ആ ഷോട്ടിൽ ഉപയോഗിക്കേണ്ട സാധനം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ അത് ആക്ടേഴ്സിന് ഭയങ്കര എന്താ പറയുക അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അരുൺ. കാരണം എന്താ, നമ്മളിപ്പോൾ ഒരു പലതരം ഡയറക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു കാര്യം നമുക്കൊരു ന്യൂ കൈൻഡ് ഓഫ് റിയാക്ഷൻ കൊടുത്താൽ ചില ആൾക്കാർ അതിനെ കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അത് ഒരു ഗ്രൂവിലുള്ള റിയാക്ഷനെ പാടുള്ളൂ എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫ്രഷ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഫിലിം ഡ്രാമ എന്ന് പറഞ്ഞാൽ ഫ്രഷ് സിറ്റുവേഷൻസ് ആണ്. അപ്പം അതിലൊരു യൂഷ്വൽ റിയാക്ഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഉള്ള ഒരു രീതി വളരെ, അതും ഒരാൾ റിയാക്ട് ചെയ്യുന്ന പോലെ അല്ല വേറെ ആൾ റിയാക്ട് ചെയ്യുന്നത്. ഡിഫറെൻ്റ് ആയിരിക്കും. വൊക്കാബുലറി ഓഫ് എക്സ്പ്രഷൻ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത് ക്യാരക്ടറിൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വൈ ദാറ്റ് ഈസ് ബീങ് ഡൺ എന്നുള്ളത് പറയാതെ മനസ്സിലാവുന്ന ഒരു ഡയറക്ടർ. അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാൾ, ആ ആളുടെ സ്റ്റൈല് വളരെ വളരെ
അതിനെ പ്രിസർവ് ചെയ്യണമെന്ന് ഏറ്റവും ശഠിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അതൊക്കെ അനുവദിക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ടാവുക എന്ന് പറഞ്ഞ വലിയ കാര്യമാണ് അല്ലേ? അതല്ല ബേസിക്കലി ഇതെല്ലാം വരുന്നത് ശരിക്കും ഐ തിങ്ക് ബീങ് എൻ എഡിറ്റർ ബേസിക്കലി. എനിക്ക് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഈ സീനിൽ ഇത്തരം ഇമോഷൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഈ ആക്ടർ ഇപ്പം നമ്മൾ ബേസിക് ഒരു ഇത് കൊടുക്കും, ഇതാണ് ഈ സീനിൽ ഇത് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവരുടെ പെർഫോമൻസിൽ അത് നമുക്ക് അത്യാവശ്യം അതായത് ആ സീനിന് വേണ്ട ഒരു നമുക്കൊരു മൈൻഡ് ഫ്രെയിം, നമ്മുടെ മൈൻഡിലൊരു സാധനം കാണും ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പം പിന്നെ ആ ക്യാരക്ടറിനെ പഠിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറലി അത് ഒരു ഫ്രഷ് റിയാക്ഷൻ, അല്ലെങ്കിൽ പുതിയ രീതിയിൽ, അല്ലെങ്കിൽ സാധാരണ കാണാത്ത രീതിയിൽ ആ ക്യാരക്ടർ ആ സമയത്ത് നമ്മൾ ഈ കഥ സിനിമ ഹോൾ പറഞ്ഞു പോകുമ്പോൾ ആ കഥയുടെ ആ പോയിന്റിൽ ആ കഥാപാത്രം എങ്ങനെ റിയാക്ട് ചെയ്തു അത് വരും. അപ്പം അത് നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞ പോലെ നമ്മളൊരു യൂഷ്വൽ പോയി സിനിമകളെല്ലാവരും നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ തന്നെയാണ് നമ്മളും സിനിമ കാണുന്നത്, സിനിമകൾ ഇഷ്ടപ്പെടുന്നത്. പെട്ടെന്ന് അങ്ങനെ പെട്ടെന്ന് പറയാൻ ഒരുപാട് സിനിമകളുണ്ട്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല, പല തരം സിനിമകൾ ഒരുപോലെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സത്യത്രയുടെ ഫിലിംസ്, മൻമോഹൻ ദേശായിയുടെ ഫിലിംസ്, പ്രിയദർശൻ്റെ ഫിലിംസ്, ക്വിന്റിൻ ടാരന്റിനോയുടെ ഫിലിംസ്, ഇതെല്ലാം പോൾസ് അപ്പാർട്ടാണ് മേക്കിംഗ് സ്റ്റൈലിലും ഒക്കെ. പക്ഷെ ഇതെല്ലാം കാണുമ്പോഴും ആ ഗ്രൂവിൽ വീണ് കാണാൻ നല്ല രസമാണ്. അവരുമായിട്ടൊന്ന് ഫോക്കസ് ചെയ്തിട്ട് അവരുമായിട്ടൊരു ഈ പറയുന്ന പോലെ ഈ ഓരോ സിനിമ കാണുമ്പോഴും അവതാറിലൊരു സാധനം എനിക്ക് ഓർമ്മ വരും. ഒരു സിനിമയെ നമ്മൾ കാണുമ്പോൾ ആ സിനിമയെ നമ്മൾ ശരിക്കും കാണണമെങ്കിൽ അവതാറിലെ മറ്റേ ആ ബേർഡില്ലേ, ആ ബേർഡിന്റെ ടെയിലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഇത് എല്ലാ സിനിമയ്ക്കും ആവശ്യമുണ്ട്. ആ ടെയിലുമായിട്ട് കണക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഗുഡ് ഫിലിംസ് വിൽ നെവർ ടോക്ക് ടു യു, ദേ വിൽ ജസ്റ്റ് ഫ്ലൈ അവേ. നമ്മളിവിടെ ഇരുന്ന് റിവ്യൂ ഒക്കെ എഴുതും, ആ സിനിമ നന്നായില്ല, അതാണ് സംഭവം, നമ്മൾ കണക്ട് ചെയ്യാത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കണക്ഷനാണ് ആദ്യം ട്രൈ ചെയ്യേണ്ടത്. വേർ ദാറ്റ് ഫിലിം കംസ് ഫ്രം, വേർ ദാറ്റ് മൂവി മേക്കർ കംസ് ഫ്രം എന്നുള്ള, വേർ ദാറ്റ് തോട്ട് കംസ് ഫ്രം, ഇത് മനസ്സിലാക്കി ആ ടെയിലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമയുമായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഭയങ്കര ഇമ്പാക്ട്ഫുൾ ഫിലിംസിനെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ വരും. ഇമ്പാക്ട്ഫുൾ ആണെങ്കിൽ ഒരേ സിനിമയെ കുറിച്ച് ഒരാൾ ഗംഭീര സിനിമയെന്നും വേറൊരാൾ ഒട്ടും കൊള്ളില്ല എന്ന് പറയുകയാണെങ്കിലും കരുതിക്കൊള്ളും ആ സിനിമയിൽ എന്തോ ഉണ്ട്. ഈ അടുത്ത മദർ എന്ന് പറയുന്ന ഒരു ചിത്രം ഇതുപോലെ ഒരു ഡിവിസീവ് ആയിട്ടുള്ള It's just never enough. എക്സ്ട്രീം ഒപ്പീനിയൻസ് കണക്ഷൻ വേണ്ട സിനിമകളാണെന്നുള്ള ഒരു എഡിറ്റർ പോയിന്റ് ഓഫ് വ്യൂ ആസ് ആൻ എഡിറ്റർ എക്സൈറ്റ് ചെയ്ത സിനിമ എനിക്ക് എഡിറ്റർ എക്സൈറ്റ് ചെയ്ത് വീണ്ടും റീ എഡിറ്റ് ചെയ്ത് വീണ്ടും വേറൊരു പടമാക്കാൻ തോന്നിയിട്ടുള്ളത് പൾപ്പ് ഫിക്ഷൻ ആണ്. Oh, I'm sorry. Did I break your concentration? Get down, get down. You got a corpse in a car, minus a head in a garage. Take me to it. അത് ഭയങ്കര രസമുള്ള ഒരു സിനിമയാണ്. അത് പക്ഷെ എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് കാണാൻ ഇനിയിപ്പോ ഇങ്ങനത്തെ രീതി, നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഈ കഥ പറയാം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ അതങ്ങ് എഡിറ്റ് ചെയ്യാം. പക്ഷെ അതൊരു ഭയങ്കര ഇതല്ലേ, അതൊരു റിവേഴ്സ് ക്രോണോളജിയാണ്. അത് തുടക്കമാണ് ഏറ്റവും അവസാനത്തെ ഷോട്ട് ആ സിനിമയിൽ. അതെ, ഞാൻ പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണോ അത് വീണ്ടും റീ എഡിറ്റ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ജമ്പിൾ ഫോമാറ്റിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് 93 ഇറങ്ങിയൊരു ചിത്രമാണ്. പക്ഷെ ഇന്നും അത്തരമൊരു സ്ട്രക്ചറോടെ പരീക്ഷിക്കാൻ പറ്റുമോ നമുക്ക് ധൈര്യമായിട്ട്? പരീക്ഷിക്കാം. അതനുസരിച്ചുള്ളൊരു കഥയും അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ആശയം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സെൻസർ ബോർഡ് ഇല്ലാതാവണം. അത് മെയിൻ കാര്യമാണ്, സെൻസർ ബോർഡ്. ഇവിടുത്തെ ഏറ്റവും ഡെട്രിമെന്റൽ ഫാക്ടർ ഇവിടെ ബ്രേവ് ഫിലിംസ് ഉണ്ടാവാത്തതിന്റെ മെയിൻ റീസൺ ഇവിടുത്തെ ടാലന്റിന്റെ കുറവ് കൊണ്ടൊന്നുമല്ല. ഇപ്പൊ പൾപ്പ് ഫിക്ഷൻ പോലൊരു സിനിമ എന്തുകൊണ്ട് ഫസ്റ്റ് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ, ഈ സൈറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആയ ഇന്ത്യയിൽ എങ്ങനെ സെൻസറിങ് വന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാ ഡയലോഗ്സിനും എല്ലാ കാര്യത്തിനും ബീപ്പ് സൗണ്ട് വേണം, കട്ട് ചെയ്യണം, 1000 കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സെൻസർ ബോർഡ് വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് പൾപ്പ് ഫിക്ഷൻ ഇവിടെ ഉണ്ടാവുന്നില്ലെന്ന് വെച്ചാൽ, പൾപ്പ് ഫിക്ഷൻ ഈസ് എ റിസൾട്ട് ഓഫ് ബ്രേവ് ക്രിയേഷൻ. പക്ഷെ ഈ സെൻസർ സെൻസർ അമേരിക്കയിലും സെൻസർ ഉണ്ട്. പക്ഷെ കാറ്റഗറൈസ് ഉണ്ട്, കാറ്റഗറൈസ് സർട്ടിഫിക്കേഷൻ ബോഡിയാണ്, സെൻസർ ബോർഡ് അല്ല.
ഇവിടെയും സർട്ടിഫിക്കേഷൻ തന്നെ അല്ല. സെൻസർ സെൻസർ ബോർഡാണ്. ഇവിടെ നിങ്ങൾ ചെയ്യണമെന്ന് അവർ പറയുന്നില്ലല്ലോ. അല്ലല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഫിലിം സൈറ്റ്സ് കൺട്രോൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്തെല്ലാം ഫോഴ്സസ് ഇന്ത്യയിൽ ഒരു നല്ല സിനിമയെ അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ സർട്ടിഫൈങ് ബോഡി അല്ല ഉള്ളത്, ഇവിടെ സെൻസറിങ് ബോഡിയാണ്. സെൻസറിങ് ബോഡിയാണ്. സെൻസറിങ് ബോഡി that asks filmmakers to cut and chop films off, mute dialogues. ഓക്കെ, അത് പറയാൻ പാടില്ല. കാരണം സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, കുറച്ച് ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സിലാവും ഇതൊരു 2 മണിക്കൂർ പരിപാടി. ആ ഡയറക്ടർ ബ്രേക്ക്, നമ്മള് എല്ലാ പ്രോസസിനും ബ്രേക്ക് ചെയ്യും അല്ലെ. ഈവൻ ഇഫ് യു ആർ റൈറ്റിംഗ്, ആ ഒരു സെൻസർ തോട്ട് വന്നാൽ അവിടെ ബ്രേക്ക് ആവും. ഇതൊരു ഡെമോക്രസിയിൽ നടക്കാൻ പാടില്ലാത്ത. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ പറയാം, ഇപ്പൊ ഒന്നും വേണ്ട. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു സാധനം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഒരു വീട്ടിൽ 2 പശുക്കളെ കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ഫസ്റ്റ് നമ്മള് കൺട്രോളർ എന്ന് പറയാം, സാർ പശു സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നെ അങ്ങ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അത് കിട്ടുന്ന. അപ്പം ഇതിനൊരു പ്രോസാണ്. അപ്പം ഇതൊരു പാരലി നടക്കുന്ന കാണുന്നത്. അതിന്റെ കാര്യമില്ല. പക്ഷെ ചുമ്മാ ഇപ്പൊ ഞാൻ അവസാനം സഹിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ, ഈ എന്താ പറയാ, ഈ ആസിഫ് അലി എന്തോ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് നോട്ടും അല്ലേ, നമുക്ക് റീപ്ലേസ് ചെയ്ത് കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ പറ്റില്ലേ? അല്ല, റെസ്ട്രിക്ഷൻ അല്ല. നമ്മൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്ക് ചിലത് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഇടയിൽ നെറ്റ് വെച്ചാൽ എന്തായാലും അടിച്ച് പുറത്താണ്. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഇടയിൽ നെറ്റ് വെച്ചാൽ പാട്ട് നമ്മുടെ ഒരു പോലീസ് ഓഫീസറാണെന്ന് ആരും വിശ്വസിക്കില്ല. വൈൻഡപ്പ് ചെയ്യാം.